Audience. ഓ ഞാൻ ഇറങ്ങാറായി. എന്തായി? ദേ പുട്ടാവട്ടെ. കട്ടനായോ? കട്ടന് ദേ വെച്ചിരിക്കുന്നു. കട്ടന് വെച്ചിരിക്കുന്നു. ആ നീ ഇത്തിരി നേരത്തെ എഴുന്നേറ്റിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത്. എനിക്ക് ഇന്ന് അത്യാവശ്യം ഒരുപാട് കാര്യങ്ങളുള്ളതാ. എന്തുവാണ് ക്ലീറ്റോ രാത്രി കിടക്കണത് ഒരു നേരത്തെ? ക്ലീറ്റോ ഈ പാതിരാത്രിക്ക് വന്നു കഴിയുമ്പോ ആഹാ, ഞാൻ ഒരു പണിയില്ലാത്ത ആളല്ലേ. രാത്രിയും പകലും ഫുൾ ടൈം വീട്ടിൽ ഇരിക്കാന്. ഇപ്പൊ തരാം. പഴം കൂട്ടി കഴിച്ചിട്ടു. എന്തടി ഇത്? പുട്ട്. നീ കട്ടൻ ഉണ്ടാക്കാൻ വെച്ചിരിക്കണാണ്? അത് കത്തിക്കണ്ടേ? അത് ചുമ്മാ ഇരുന്നങ്ങ് ചൂടാവോ? ഞാൻ കത്തിച്ചതല്ലേ. കത്തിച്ച് ഇത് തന്നെ നിന്റെ എല്ലാ കാര്യവും എങ്ങനെയാണ്? ഒരു ശ്രദ്ധയില്ല. ഓ എന്റെ പൊന്നെ, ഇപ്പൊ തരാം. ഒന്നാമത്തെ വായു പിടിപ്പിച്ച ഒരു കാര്യം നടക്കൂല ക്ലീറ്റോ. കത്താത്തത് ഗ്യാസ് തീർന്ന്. എന്തൊരു സന്തോഷം ഗ്യാസ് തീർന്നു പറഞ്ഞപ്പം. അടുത്ത സിലിണ്ടർ എടുത്ത് പോയി അങ്ങോട്ട്. അതിനടുത്ത സിലിണ്ടർ എടുത്ത് വെക്കാൻ ഗ്യാസ് നമ്മൾ നിറച്ച് വെച്ചിട്ടില്ലല്ലോ. നിറച്ചില്ലേ തങ്കം? ഇല്ല. അയ്യോ, പിന്നെ നീ എന്തൊരു നിന്റെ സന്തോഷം കണ്ടാ ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് നിൽക്കും പോലെയാണല്ലോ. സെറ്റ് ആക്കുമല്ലോ. ഞാൻ എന്താന്ന് വെച്ചാല് ഞാൻ ഇന്ന് എഴുന്നേറ്റപ്പോൾ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റത് ഇന്നെങ്കിലും ക്ലീറ്റോനോട് തല്ല് പിടിക്കാതെ സന്തോഷമായിട്ട് ക്ലീറ്റോനെ പറഞ്ഞു വിടണം ദൈവമേ എന്ന് പറഞ്ഞ് കത്തിച്ചതാണ്. പക്ഷെ ദൈവം അവിടെ അനുവദിച്ചില്ല. അതിന്റെ അർത്ഥം എന്താ? ഞാനാണ് ശരി. പിന്നെ എന്നെ മാറാൻ ദൈവം അനുവദിക്കൂല. അങ്ങനെയല്ല, നിന്റെ മനസ്സിൽ നന്മയില്ല, ഭർത്താവിനോട് ആത്മാർത്ഥമായ സ്നേഹമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അതിങ്ങനെ സംഭവിക്കില്ലായിരുന്നു. എന്ത് ഗ്യാസ് കത്തുമായിരുന്നു? ഗ്യാസ് തീരൂല. അതാണ് പറഞ്ഞത്. മനസ്സിലെ കുറച്ച് നല്ലത് വേണം. പഴയ വർത്താനം വേണ്ട. ഇത് ഗ്യാസ് സമയത്ത് എടുക്കണം. അല്ല ഇനി എല്ലാത്തിനും ഇനി ബുക്ക് ചെയ്യുന്നത്. ബുക്ക് ചെയ്യണ ഓർമ്മിപ്പിക്കണ്ടേ ഇത് തീരാറാവുന്നു. ഞാൻ ഈ വീട്ടിൽ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കണല്ലേ? ക്ലീറ്റോനെ അറിഞ്ഞൂടെ? ഭക്ഷണം കഴിക്കുമ്പോൾ അടുക്കളയിലെ കാര്യം അറിയാൻ പറ്റുമോ? ഇല്ലല്ലോ. അടുക്കളയിൽ ഉള്ളി ഉണ്ടോ, സവാള ഉണ്ടോ, ഇത് തീർന്നോ അത് തീർന്നോ നിനക്കല്ലേ അറിയോ. നീ അല്ലേ കൈകാര്യം ചെയ്യണത്. ശരി, ബുക്ക് ചെയ്തിട്ട് പൈസ താ. പൈസ ഒന്നും എൻ്റെ ഇല്ല. പിന്നെ എന്തിനാ ഞാൻ ബുക്ക് ചെയ്യുന്ന? ഒരു കാര്യം ചെയ്തേ, സുലി ചേച്ചി അവിടെ ഗ്യാസ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചു പറയാം, പോയി എടുത്തിട്ട് താ. ഞാൻ ഈ വെള്ളമായിട്ട് ഇനി കണ്ട വീട് ഇറങ്ങാൻ പോണു. ഗ്യാസ് എന്ന് പറഞ്ഞിട്ട്. ഒരു കാര്യം ചെയ്യ്, ഞാൻ ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്യുമ്പോ അമ്മമാര് കൊണ്ടുവരുമ്പോ അതിനെ വാങ്ങിച്ചു വെക്കാൻ പറ്റുമോ? വാങ്ങിച്ചു വെക്കാൻ പറ്റും. പൈസ താ. എത്രയാണ്? ഇതിനകത്ത് എത്രയാണെന്ന് പറ. 1000 രൂപ. 1000 രൂപ എന്തിന്? എന്റെ ക്ലീറ്റോ അതാ. ചിലപ്പോ 10-20 വ്യത്യാസം. 900, 920 അത്രയൊക്കെ വരുള്ളൂ. ബാക്കി പൈസ ഇഞ്ഞ് തരണം. ഒരു കാര്യം ചെയ്യാം. അഡ്മിഷൻ ഫീസ് 1000 രൂപ നിങ്ങൾ അടച്ചിട്ടില്ലേ, അത് ഞാനങ്ങ് തിരിച്ചു തരും. ഫീസ് ഞാൻ തിരിച്ചു തരത്തില്ല, 500 രൂപ. എന്ന് വെച്ചാൽ 2 ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തതാണ്. കൊച്ചിനെ ഞാൻ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഫീസ് 500 രൂപ തരത്തില്ല. ഈ 1000 രൂപ അഡ്മിഷൻ ഫീസ് അടച്ചേക്കുന്നത് തിരിച്ചു തരാം. ശരി ഓക്കെ എന്നാ. പൊന്നോ, ഒരു മെനകെട്ട ചേച്ചി. കഴിഞ്ഞ ആഴ്ച 2 ആഴ്ചക്ക് മുമ്പ് അവരുടെ മോളെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന് ചേർത്ത്. എനിക്ക് എന്നെ കണ്ടപ്പോഴേ മനസ്സിലായി കേട്ടോ, അതിന് താല്പര്യമൊന്നുമില്ല. ഈ വീട്ടുകാർ അവരുടെ ആഗ്രഹത്തിന് എങ്ങാണ്ട് കൊണ്ടുവന്ന് ചേർത്തതാണ്. ഓരോരുത്തരെ കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. കൊണ്ടുവന്നിട്ട് ഈ കൊച്ചു ആദ്യത്തെ ആഴ്ച വന്നപ്പോൾ തന്നെ ചോടൊക്കെ വെക്കാനായിട്ട് അതിന് ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഞാൻ കാലയിലൊക്കെ ഇങ്ങനെ പിടിച്ചാണ് ചെയ്യിച്ചത്. 2ാമത്തെ ആഴ്ച വന്നപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോഴേ ഞാൻ വിധി എഴുതി, ഇനി അടുത്ത പ്രാവശ്യം അടുത്ത ഞായറാഴ്ച ഈ കൊച്ചു വരത്തില്ല. അതുപോലെ തന്നെ വന്നുമില്ല. അവരപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ രജിസ്ട്രേഷൻ ഫീസും 1000 രൂപ അടച്ച് 1 മാസത്തെ ഫീസും. അതാണല്ലോ നമ്മുടെ രീതി. ഇപ്പൊ ആ കൊച്ചിന് താല്പര്യമില്ല വരാനായിട്ട്. അത് ഭയങ്കര കരച്ചിലാണ്. ആ കൊച്ചിന് ഡാൻസ് പഠിക്കേണ്ടെന്നാ പറയണത്. അപ്പൊ ഈ ചേച്ചി വിളിച്ചു ചോദിക്കുവാണ്, ആ അടച്ച രജിസ്ട്രേഷൻ ഫീസും ഈ 1 മാസത്തെ ഫീസില്ലേ 500 രൂപ, അത് അവർക്ക് തിരിച്ചു വേണമെന്ന്. എന്തൊരു മര്യാദ കേട്ടവരാണ് ഈ പിള്ളേർക്ക്. താല്പര്യം എന്തിനാണ് ഇതിന് കെട്ടി ഒരുങ്ങി ഇറങ്ങുന്ന ആൾക്കാർ? ഒരു അല്ലെങ്കിൽ ഈ പിള്ളേർ ഒരു ഇച്ചിരിയെങ്കിലും എന്തെങ്കിലും ഒരു വാസന കാണിച്ചാലല്ലേ കൊണ്ടുവന്ന് ചേർക്കേണ്ട കാര്യമുള്ളൂ. ഇതൊക്കെ തള്ളമാരുടെ തന്തമാരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് കൊച്ചുങ്ങളെ വളർത്തിയുള്ള കുഴപ്പമൊക്കെയാണ്. അവർക്ക് താല്പര്യം ചെയ്യണം. അവർ ഒറ്റ നിൽക്കുവാണ്. അവർക്ക് ഈ ഫീസും വേണം, ഈ രജിസ്ട്രേഷൻ ഫീസും വേണം. അപ്പൊ ഞാൻ പറഞ്ഞ് രജിസ്ട്രേഷൻ ഫീസ് വേണമെങ്കിൽ ഞാൻ തരാം, തിരിച്ചു തരാം.
1000 രൂപ ഞാൻ തിരിച്ചു തരാം. പക്ഷെ 500 രൂപ ഞാൻ തരത്തില്ല. കാരണം 2 ആഴ്ച ഞാൻ അതിനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാണ്. എന്തോരം നേരം ഞാൻ പഠിപ്പിച്ചെന്ന് അറിയോ അതിനെ? അതിനുള്ള ഇത് വേണ്ടേ? ആ 500 രൂപ ഞാൻ തിരിച്ചു തരത്തില്ല എന്ന് പറഞ്ഞു. അവർക്ക് 1000 രൂപ കൊടുക്കണം. ഇനി ഏട്ടനുണ്ടോ 1000 രൂപ എടുക്കാൻ? 1000 രൂപ എടുക്കാനുണ്ടോ? എന്റെ ഒന്നാമത്തെ കാര്യം ഇവിടെ അധികം ചെലവായിപ്പോ ഓരോ കാര്യത്തിനും ഇവിടെ ചെലവ് കൂടുതലാണ്. കുറച്ച് പൈസ അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ കൊടുത്തു. ഏട്ടാ ഞാൻ ഈ ഞായറാഴ്ച കഴിയുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒക്കെ ഫീസ് തരും. അപ്പൊ ഞാൻ അങ്ങ് തിരിച്ചു തരാം. അടുത്ത ആഴ്ച കിട്ടുമോ? അടുത്ത ആഴ്ച അല്ലേ, ഞായറാഴ്ച കഴിഞ്ഞിട്ട്. അപ്പൊ പിന്നെ അന്നേരം കൊടുക്കാന്ന് പറയാൻ അടുത്ത് അവർക്കത് പറ്റത്തില്ലെന്ന്. അവർക്ക് ഉടനെ വേണോന്ന്. അതല്ലേ ഇതാ മകളെ. കുറച്ച് വൈകിട്ടല്ലേ, വിശന്നിട്ട് പാടില്ലായിരുന്നു. നേരത്തെ കൊണ്ടുവരാൻ പാടില്ലേ? ചോറിട്. ചോറില്ലേ? അപ്പോ ചോറ് ചേച്ചി വെച്ചില്ലേ? ഇല്ല. അത് കൊള്ളാം. ചേച്ചിയെ വിറകടുപ്പേ ചോറ് വെച്ചെന്നല്ല ഞാൻ വിചാരിച്ചത്. പിന്നെ വിറകടുപ്പിൽ ഞാൻ കത്തിച്ചു ഊതിച്ചു. എനിക്ക് എന്തോരം വിറകെടുക്കണ ചേച്ചി. കുറച്ച് വിറകെടുത്ത് വെച്ചോ. 2 ദിവസം ഗ്യാസ് തീർന്നെങ്കിലും വെറുതെ ഒന്നും ഇരിക്കും. ഞാൻ ചോറെടുത്തിട്ടില്ല. ചോറെടുത്തിട്ട് വാ. ആ ഇനി അവിടെ നിന്ന് കഴിക്കുമോ? ഇതെന്താ മീൻ അലി വന്നില്ലായിരുന്നല്ലോ. ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. ഫ്രിഡ്ജിലെ മീനാ? എന്നാ കഴിക്കണ്ട. ചീരത്തോരനുണ്ടോ? അത് ഇട്ട് കഴിക്കും. ചോറെടുത്തടി വിശക്കുന്നു. ഇനി അവിടെ വന്നിരുന്ന് കഴിക്കുക ചേച്ചി. എനിക്ക് വയ്യ ഇനി വെറുതെ ഇരുന്നിട്ട് നല്ല സുഖം. അയ്യാ ഞാൻ ഉടനെ ഗ്യാസ് നിറയ്ക്കണില്ല. മനഃപൂർവ്വം ഗ്യാസുകാരനെ വിളിച്ച് പറയാം 5-6 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതി. കൊള്ളാം. പൈസ വല്ല ഇരിപ്പുണ്ട? ആ പിന്നെ പൈസ ഇരിക്കുന്നു. ഉണ്ടാന്ന്. എത്ര രൂപ? 1000 രൂപ. 1000 രൂപ മതിയോ? 1000 രൂപ മതി. 1000 രൂപ ഉണ്ട്. പക്ഷെ എനിക്ക് അത്യാവശ്യമുള്ള പൈസയാ. എന്താ അത്യാവശ്യം? ഗ്യാസ് നിറയ്ക്കാൻ വേണ്ടി ക്ലീറ്റോ തന്നേക്കണതാ. ഗ്യാസ് ബുക്ക് ചെയ്താ? ആ ഇന്നിപ്പോ ക്ലീറ്റോ പോകുന്ന നേരത്ത് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ 2-3 ദിവസം കഴിയും വരാനായിട്ട്. 3 ദിവസം ഒന്നുമില്ല. നാളെ മറ്റന്നാളോ കിട്ടും. ഞാൻ നാളെ മറ്റന്നാ തിരിച്ചു തരാം. നാളെ തരുമോ മറ്റന്നാളെ തരുമോ? മറ്റന്നാ തരാം. നാളെ വന്ന് എന്ത് ചെയ്യപ്പോ? നാളെ വന്ന ക്ലീറ്റോച്ചോടൊന്ന് ചേച്ചി. എനിക്കൊരു ഡാൻസ് ക്ലാസ്സിൽ ഒരു കൊച്ചു വന്ന് ചേർന്നിട്ട് അതിനിപ്പോ പഠിക്കേണ്ടത്. അതിന്റെ അഡ്മിഷൻ ഫീസ് വാങ്ങിച്ചത് അതിന്റെ അത് തിരിച്ചു കൊടുക്കണമെന്ന്. എന്തൊരു എച്ചി പെണ്ണുമ്പോളേന്ന് അറിയാമോ? നാളെ വൈകുന്നേരം തന്നേരം. ഈ ഗ്യാസുകാരൻ എന്നാണ് കറക്റ്റ് സമയത്ത് വന്നിട്ടുള്ളത്? അല്ലെങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്. ക്ലീറ്റോനോട് പറഞ്ഞിട്ട് ഗ്യാസ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിറച്ചാൽ മതി. ക്ലീറ്റോ ചേട്ടാ ചേച്ചി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറ. ചോറും കറിയൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരാനല്ലേ? അത് വലിയ ഉത്തരവൊന്നുമല്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഗ്യാസ് ഉണ്ടല്ലോ ഞാൻ തന്നെയാണല്ലോ കൊണ്ടുവരുന്നത്. അയ്യോ എന്റെ പൊന്നേ. എന്ത്? ഓ എന്റെ ലില്ലി. അവിടെ എന്ത് നല്ല കറി വെച്ചാലും ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ തന്നില്ലേലും ചേച്ചി അവിടെ വന്ന് എടുക്കാറുണ്ട്. അപ്പൊ ഇവിടെ നിന്നും തരാറുണ്ട്, ഇവിടെ വന്ന് എടുക്കാറുണ്ട്. അത് കുറവാ. അയ്യ കൊജവ്. നീ എന്നാ കറി വെക്കാൻ പഠിച്ചത്? അയ്യോ എന്റെ ഫോൺ അടിക്കുന്നു. എവിടെയാ? അകത്താന്ന് തോന്നണ ചേച്ചി. അവിടെ നിന്നാന്ന് തോന്നുന്നു. ആ അതേ ഇരിക്കുന്നു. ക്ലീറ്റോ. എന്താ ക്ലീറ്റോ? ആണോ? ഓ എന്റെ പൊന്നെ നന്നായി. ആ എന്നാ ശരി. ആ ആ ആ ആ 1/2 മണിക്കൂറാവൂല്ലേ എന്തായാലും? ആ ആ ശരി ശരി. ഓ വലിയ ഉപകാരം എൻ്റെ ദൈവമേ. എന്താണ് ചേച്ചി? ഗ്യാസ് ശരിയായി. ആ 2 ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ എന്നല്ലേ നമ്മൾ വിചാരിച്ചത്. ക്ലീറ്റ് ആരെ വിളിച്ചു? ക്ലീറ്റിനെ പേടിയുണ്ട്. അപ്പൊ എനിക്ക് പൈസ തരുന്നില്ലേ? ഇതിപ്പോ ഗ്യാസ് നിറയ്ക്കാൻ വേണ്ടേ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഗ്യാസ് നിറയ്ക്കാൻ നേരത്തെ പൈസ വേണോന്ന്. എന്തുവാണ് ചേച്ചി ഇത്? തന്ന പൈസ തിരിച്ചു വാങ്ങിക്കുന്ന അതെന്തൊരു മര്യാദകേടാണ്? തന്നെന്ന് പറഞ്ഞാൽ തന്നിട്ട് 5 മിനിറ്റല്ലേ നീ കൈ പിടിച്ചോളൂ. ഈ പൈസ രാവിലെ മുതൽ എന്റെ കയ്യിൽ ഇരിക്കുവാ. എന്നാലും എനിക്ക് അത്യാവശ്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ ചേച്ചി ക്ലീറ്റോച്ചേട്ടന് പറയാന്നല്ലേ പൈസ ലില്ലിക്ക് കൊടുത്തു പോയെന്ന്? അത് നിന്റെ ആങ്ങളല്ലേ നീ വിളിച്ചു പറഞ്ഞു വന്നാ? നീ ഒന്ന് പൊയ്ക്കേടി വേണേ. ഗ്യാസ് ഇല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഇതും കൊണ്ട് ഞാൻ തിരിച്ചു പോയിക്കോട്ടെ. ഞാൻ തന്ന സാധനം തിരിച്ചു കൊണ്ടുപോയിക്കോട്ടെ. എന്ത് തിന്ന ഭക്ഷണത്തിനാണ് നീ കണക്ക് പറയണത് ലില്ലി? പിന്നെ ചേച്ചി എനിക്ക് തന്ന പൈസയുടെ കാര്യത്തിൽ കണക്ക് പറഞ്ഞല്ലോ. എടി ഞാൻ നിനക്ക് തന്നപ്പോഴേ പറഞ്ഞില്ലേ ലില്ലി ഗ്യാസ് നിറക്കാൻ വെച്ചേക്കണ പൈസ? ഞാൻ പറഞ്ഞത് ചേച്ചിക്ക് ക്ലീറ്റോച്ചേട്ടനോട് പറയാന്നില്ലേ 2 ദിവസം അല്ലെങ്കിൽ നാളെ ഞാൻ തരാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ എന്താ അത്യാവശ്യം? അവർക്ക് അഡ്വാൻസ് കൊടുക്കാനല്ലേ? അത് ഒരാഴ്ച കഴിയുന്ന അവരോട് അങ്ങ് വിളിച്ചു പറ. ചേച്ചി അവര് സമ്മതിക്കാത്തോണ്ടല്ലേ ഞാൻ ചേച്ചിയോട് വന്ന് ചോദിച്ചത്. തരാൻ പറ്റൂല്ലേ? ഇത് വേണ്ട തരണ്ട പോ. നാണില്ലാതെ ഞാൻ കൊണ്ടുവരുന്ന എല്ലാം മേടിച്ചു വെക്കും. എടി അത്രയ്ക്ക് അത്യാവശ്യമാണ്. ഞാൻ പൈസ തരാം. ഇത് വർക്ക്ഷോപ്പിൽ നാളെ ഒരു വണ്ടി പണിയാൻ കൊണ്ടുവരാൻ അയാൾ സ്പെയർ മേടിക്കാൻ വേണ്ടി തന്ന പൈസയാണ് ഓയിലൊക്കെ. പക്ഷെ എനിക്ക് നാളെ വൈകിട്ടോ മറ്റന്നാളിലോ തിരിച്ചു തരാം. ഉറപ്പാണല്ലോ? മറ്റന്നാ തരാം. ഓ കുഴപ്പമില്ലല്ലോ? ഇല്ല കുഴപ്പമില്ല. ഞാൻ
അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞത് അവിടുന്നാണെങ്കിലും ഇവിടുന്നാണെങ്കിലും കഴിക്കാൻ അച്ഛനായിരുന്നു. എന്നാലും അത് ഇവിടെ കൊണ്ട് മാറാൻ എന്തെങ്കിലും സാരമില്ല, ഞാൻ കഴിക്കാത്ത മാറുമായിരിക്കും. ഇവിടെ കഴിക്കാൻ ചോറേ ഉള്ളു. പിള്ളേർ പറയുന്നിട്ട് പലഹാരമൊക്കെ മേടിച്ചോണ്ട് വന്നു. ആര് വാങ്ങിച്ചോണ്ട് വന്നു? അച്ചമ്പി അല്ലാതാരും. അയ്യോ, അത് അങ്ങനെ പലഹാരമൊന്നും ഇല്ല. എന്താ പക്കാവട ചിപ്സ് അതൊക്കെ ഉള്ളു. ഞാനും ഇതിനായിട്ട് പലഹാരമായിട്ട് കാണുന്നു. ജിലേബി ലഡു പക്കാവടയും ചിപ്സും ഒക്കെ പലഹാരമില്ലേ. മതിയാകും. അത് വരാം. ചായ അടിച്ചു മറ്റന്നാ. ഓ താങ്ക് യു. പെണ്ണ് ഞാൻ തന്നില്ല പിന്നെ അങ്ങനെ. സത്യം, ഞാൻ ആദ്യം അച്ചാച്ചനോട് ചോദിച്ചാൽ മതിയായിരുന്നു. ഞാൻ എന്തിനാണ് ഇവിടെയൊക്കെ പോയി ഇറക്കാൻ പോയത്? കഷ്ടമായി പോന്നല്ലേ. ഒരു 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 സാമാന്യ ബോധം വേണ്ടി അങ്ങനെ നാണക്കേടായി പോയി. ഉമ്മ നാണക്കേട് തോന്നുന്ന പിന്നെ അല്ലാതെ ആണാ? ഈ നാണക്കേട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏട്ടന്റെ അടുത്ത് 1000 രൂപ ചോദിച്ചത്. അപ്പൊ തന്നില്ലല്ലോ. തന്നോ? അപ്പൊ ഈ നാണക്കേടങ്ങ് സഹിച്ചേ. എന്റെ ഇല്ലാത്തോണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവന്റെ ഈ വേറെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? നാളെ നീ നേരം എടുക്കാൻ പറഞ്ഞു നോക്ക്. ഇവൻ നാട് മുഴുവൻ പറഞ്ഞു നടക്കും. ഞാനാണ് ലില്ലിപ്പന്റെ പൈസ കൊടുത്തത്, ഞാനാണ് കനകം പോലീസിന്റെ ഭാര്യയ്ക്ക് പൈസ കൊടുത്തത്, ഞാനാണ് ലില്ലിപ്പന്റെ പൈസ കൊടുത്തത്. ഇത് നാണക്കേടാണ്. ആളുകൾ വരിക എന്റെ കയ്യിൽ 5 പൈസ ഇല്ലെന്ന് വരിക്കില്ലേ? അതിനെന്നെ ഞാൻ അന്യന്റെ അടുത്ത് നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ വാങ്ങിച്ചത് എന്റെ ക്ലീറ്റോ ചേട്ടനെ പോലെ തന്നെ ഉള്ള എന്റെ റൊണാൾഡോ ചേച്ചന്റെ അടുത്തല്ലേ. അതിനെന്താ ഇത്ര കുഴപ്പം? നല്ല കാര്യമായി. അത് കഴിഞ്ഞ് 10,000 20,000 ഒന്നും അല്ലല്ലോ വാങ്ങിച്ചത്. 1000 രൂപ. അത് ഇത്ര വലിയ കാര്യമാണോ? 1000 രൂപ. 1000 രൂപ മതി അവന്റെ അടുത്തൊക്കെ ചോദിക്കുന്നത്. എനിക്ക് ഒട്ട് നിനക്ക് പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പൊ നോക്കിയും കണ്ടു ജീവിക്കണം മനുഷ്യൻ. എന്റെ ഏട്ടാ, എനിക്ക് ഇപ്പൊ പ്രതീക്ഷിക്കാത്തൊരു കാര്യം വന്നത് കൊണ്ടല്ലേ. അല്ലായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ചോദിക്കേണ്ടി വരുമായിരുന്നോ? ആ ചേച്ചി എന്റെ അടുത്ത് പൈസ ചോദിച്ചോണ്ടല്ലേ. അത് ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. ഞാൻ തരാം, ഞായറാഴ്ച കഴിയുമ്പോഴത്തേക്ക് എന്റെ ഡാൻസ് ക്ലാസ്സിലെ പിള്ളേർ ആരെങ്കിലും ഫീസ് തരും, അപ്പൊ ഞാൻ തരാന്നോണ്ട് ഏട്ടൻ കേട്ടില്ലല്ലോ. എനിക്ക് മാർഗം ഞാൻ നോക്കി. നമ്മൾ ചില പ്ലാനിങ് ഉണ്ടായിരിക്കണം. നിനക്കും അത്യാവശ്യം വരുമാനമുണ്ട്, എനിക്കും വരുമാനമുണ്ട്. നീ കണ്ടിട്ടുണ്ട് ഞാൻ ആരെങ്കിലും കയ്യിൽ നിന്ന് 5 പൈസ കടം മേടിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ബാലൻസ് ഉണ്ടോ എനിക്കറിയാം. നിനക്കാണെങ്കിൽ ഇതുപോലെ കടം മേടിക്കേണ്ടി വരും. അത് ഇവിടെ ഞാനും കൂടെ പണിയെടുക്കണോണ്ടാണ് ഏട്ടൻ ഇങ്ങനെ പ്രശ്നങ്ങളില്ലാതെ പോണത്. പെണ്ണുങ്ങൾ ജോലിയാണ് സമ്പാദിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ നക്കാപ്പച്ച ജോലി പൈസ കിട്ടുന്ന ജോലി ആയിട്ടല്ലേ കുഴപ്പമായി പോയത്. ഈ 3-4 പിള്ളേരെ പഠിപ്പിച്ച് എന്തിട്ടാണ് എനിക്ക്? 3-4 പിള്ളേരാണ് എന്റെ ഡാൻസ് ക്ലാസ്. ഏട്ടൻ വന്ന് നോക്ക്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഫീസ് തരുന്നില്ല. അത് കറക്റ്റ്. ഫീസ് കിട്ടിയാലല്ലേ ഇത് നന്നായിട്ട് പോണതാണ്. അങ്ങനെ വെറുതെ ഞാൻ പറഞ്ഞത് നിനക്ക് അത്യാവശ്യം. ഞാൻ പറഞ്ഞത് ഇത് കേളി, നമ്മൾ സ്വയം പര്യാപ്തരാകുമ്പോ അന്തസ്സായിട്ട് പര്യാപ്തരാവണം. അല്ല വെറുതെ ജോലിയുണ്ടാ ജോലിയുണ്ട്, ജോലിയില്ല ജോലിയില്ല, അങ്ങനെ എന്താ കുഴപ്പം? അച്ഛൻ തന്ന 1000 രൂപ ഞാൻ തിരിച്ചു കൊടുക്കണം. ഞാൻ തിരിച്ചു കൊടുത്തോളാന്ന്. ഞാൻ പറഞ്ഞത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചില പരിപാടികളൊക്കെ ഒപ്പിക്കണം. ചില ജോലികൾ. എന്ത് പരിപാടി? എന്തെല്ലാം നാട്ടിൽ എന്തെല്ലാം വഴികളുണ്ട്. അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള ചില അപ്പൊ ഒന്ന് എൻഗേജ്ഡ് ആവും നമ്മൾ. ഈ നിനക്ക് ശനി ഞായർ മാത്രമല്ലേ ക്ലാസ് ഉണ്ട്? ശനി ഞായർ മാത്രമാണ് ഡാൻസ് ക്ലാസ് മാത്രമാണ് പോണത്. ബാക്കി ചില ദിവസങ്ങളിലൊക്കെ ഞാൻ പോവാറില്ലേ. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയല്ല. നീ ഇവിടെ നീ കുറ്റപ്പെടുത്തിയല്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എടുത്ത് ചിലവാക്കാൻ പൈസ കിട്ടും. എനിക്കൊരു ഗവൺമെന്റ് സർവന്റ് ആയതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവണ്ട? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനത്തെ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഇതുകൊണ്ട് അത്ര നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും ഒരു ജോലിയുടെ ഒക്കെ ചെയ്യണം. അതിന് എനിക്കിനി ഇവിടെ സമയം ഇരുന്നിട്ടാ ഞാൻ എവിടെയെങ്കിലും പോയൊക്കെ ജോലി എടുക്കണത്? ഒരു കടയിൽ പോയി എനിക്ക് നിൽക്കാൻ പറ്റുമോ? സെയിൽസ് ഗേളായിട്ട് പോകാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതൊന്നും വേണ്ട. അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. ഇതെന്ത് കൊട്ടും മേളൊക്കെ? വിശന്നപ്പോ വിശപ്പ് മാറാൻ വേണ്ടിട്ട് കൊട്ടിക്കൊണ്ടിരുന്നേ. എടി കള്ളി, ഇന്നലെ അവൻ പൈസ തന്നിട്ട് നീ പറഞ്ഞില്ല അല്ലേ? സമാധാനം ആയല്ലോ എന്തായാലും. അതെ അച്ചാച്ചാ, ഒരാൾക്ക് ആവശ്യം വരുമ്പോഴാണ് അവരെ സഹായിക്കേണ്ടത്, അല്ലാതെ അവരവരുടെ സൗകര്യം നോക്കിയിട്ടല്ലേ. എന്തൊരു വർത്താനം? ചോദിച്ചോണ്ട് ഞാൻ പൈസ തന്നില്ലേ? ഞാൻ അച്ചാച്ചനെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത്? അല്ലല്ലോ, ഞാൻ വേറെ പലരും ഉദ്ദേശിച്ചാ പറഞ്ഞത്. എന്നാ എനിക്ക് തന്ന പൈസ പിന്നെ ആർക്കാണ്ട് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് അത് വേണ്ട. ഞാനേ പൈസ, എനിക്ക് വേണ്ടുന്ന പൈസ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിക്കോളാം. അതിനുള്ള മാർഗമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അധ്വാനിക്കണ കാര്യം നമുക്കറിയാലോ. ഡാൻസ് ക്ലാസ് നടത്തണം, എന്നിട്ട് ഇതുവരെ കൊടുക്കാൻ പറ്റിയില്ലല്ലോ പൈസ. അയ്യോ, എല്ലാവർക്കും ലില്ലി ഡാൻസ് ക്ലാസ് എടുക്കുന്ന ഒരു കഴിവുണ്ടെന്ന് മാത്രമേ അറിയത്തുള്ളൂ. ലില്ലിക്ക് വേറെ പല കഴിവുകളും ഉണ്ട്. അതൊക്കെ നിങ്ങളിനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അച്ചാച്ചാ, ഈ ഡേറ്റ എൻട്രി എന്ന് കേട്ടിട്ടുണ്ടോ? ഡാറ്റ എൻട്രി എന്താ സംഭവം? ഈ വീട്ടിൽ ഇങ്ങനെ ഇരുന്നോ, പൊട്ടക്കിണറ്റി വീണ തവളേനെ പോലെ, അങ്ങനെയൊക്കെ പല സംഭവങ്ങളും ഉണ്ട്. അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോവാ. അതാകുമ്പോൾ എനിക്ക് വീട്ടിൽ ഇരുന്നും പൈസ ഉണ്ടാക്കാം. ഡാൻസ് ക്ലാസ്സിന് പോവും. ജോലി തന്നെ. ഡാൻസ് ക്ലാസ്സിന് പോവും, ഡാൻസ് ക്ലാസ് എടുത്ത് തിരിച്ചു വരും, എന്നിട്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് പൈസ ഉണ്ടാക്കും.
അടിപൊളി അത് കലക്കി. പക്ഷെ ഒരു മാസം കഴിയണ്ടേടാ പൈസ കിട്ടാനായിട്ട്. അപ്പൊ പിന്നെ 1000 രൂപ എങ്ങനെ കൊടുക്കും? ഇതാണ് ഞാൻ പറഞ്ഞത് പൊട്ടക്കിണറ്റി വീണ തവളയെന്ന് ഞാൻ പറഞ്ഞത്. ഇത് ഓൺലൈനിലുള്ളൊരു പരിപാടിയാണ്. നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യും, അപ്പോഴത്തേക്ക് കുറച്ച് പൈസ നമുക്ക് വരും. പിന്നെ നമ്മൾ നാളെ ഒരു കാര്യം ചെയ്യും, കുറച്ച് പൈസ വരും. അങ്ങനെ ഓരോ ദിവസം ചെയ്യുമ്പോൾ അന്നേരം വരും. അപ്പൊ ഒരു മാസത്തേക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു മാസത്തേക്ക് കിട്ടാനായിട്ട് ഇത് സാലറി ഒന്നും അല്ല. നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ എപ്പോഴും പൈസ ഉണ്ടാവും. അപ്പൊ എന്താ, അപ്പൊ എനിക്ക് പൈസക്ക് വേണ്ടിട്ട് ഇന്ദവാതിൽ ഇങ്ങനെ ഇരന്ന് നടക്കേണ്ട ഗതികേട് വരുത്തി. അച്ചാച്ചന് ഇനി എന്തെങ്കിലും പൈസക്ക് ആവശ്യം വരുവാണെങ്കിൽ ഒരാളുടെ മുമ്പിൽ പോലും കൈ നീട്ടരുത്. എന്റെ മുമ്പിലോട്ട് വന്നേ. ആ ഇനി എന്റെ അക്കൗണ്ട് ഒഴിയത്തില്ല. പൈസ ഇങ്ങനെ വന്നോണ്ടിരിക്കും. അല്ലേലും ഇവളൊരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ പണ്ടേ ഇങ്ങനെ ചേട്ടത്തി അവൾ അതിനകത്ത് കത്തിക്കയറും. ഇപ്പൊ തന്നെ ഡാൻസ് സ്കൂളിൽ എത്ര പിള്ളേരാന്നറിയോ ഈ പറഞ്ഞ പാറ്റാൻറിയോ? അതിനകത്തോട്ട് ഇവള് കഴിവുകളിക്കും. ഇവിടെ രാശിയിലുള്ളയാണ്. ആ പറഞ്ഞതില് എന്നെ കുത്തിയാണോ പറഞ്ഞത്? നിനക്ക് അങ്ങനെ തോന്നിയോ? ഇല്ല അല്ലേ? പക്ഷേ ഒരാക്കലിന്റെ മണം ഉണ്ടായിരുന്നു. ഉണ്ടല്ലേ? എനിക്ക് തോന്നിയടാ, എനിക്ക് തോന്നി. ഇവളുണ്ടല്ലോ, ഇവള് ഇച്ചിരി പൈസയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവള് മനുഷ്യനെ വഴി നടക്കാൻ സമ്മതിക്കുമായിരുന്നോ? നിന്റെ പെങ്ങൾക്ക് അവധി ദിവസമെങ്കിലും പൈസ വരാതിരിക്കുമോ എന്തോ? ഇനി അന്നും റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കുമോ എന്തോ? ആക്കിയത്. ഇല്ല അല്ല വലിയ കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ഇതായി പോയത്, കാലൊന്നും അടുത്ത്. കുഴപ്പമില്ല. സ്റ്റേഷനിൽ വെച്ച് ശരി വിളിക്കാം. കാല സ്റ്റേഷനിൽ വെച്ചിട്ടൊന്ന് പടി അവിടെ തട്ടിയിടിക്കും. കുഴപ്പമൊന്നുമില്ല. ഞാൻ കാത്തു നിൽക്കുമായിരുന്നു. 800 രൂപയുണ്ട്. ഇതങ്ങ് പിടിച്ചിട്ട് എന്റെ അക്കൗണ്ടിലോട്ട് 800 രൂപ ട്രാൻസ്ഫർ ചെയ്താ. ഈ പൈസ അതൊക്കെ കിട്ടി. ഇത്ര നേരം ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെയാന്ന് പൈസ? അമ്മയുടെ ഇപ്പൊ അമ്മയുടെ ചേട്ടൻ കൊടുത്ത പൈസ മരുന്ന് വാങ്ങിക്കാനായിട്ട്. അമ്മ അത് കുഴപ്പമില്ല. അമ്മയ്ക്ക് ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞു. 2 ദിവസം കൂടെ മരുന്നുണ്ട്, 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് അമ്മ ഈ പൈസ നിങ്ങൾ കൊടുത്തത്? അല്ല, അവൾക്ക് എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് തൽക്കാലം അങ്ങോട്ട് കൊടുത്തു. അതിനെന്ത്? മരുന്ന് അടിക്കണ്ടേ? അല്ല, തൽക്കാലത്തേക്കുള്ള മരുന്നൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ പൈസ കൊടുത്തേ. അതെന്താ അങ്ങനെ? പൈസ കൊടു. എന്തിനാ കൊടുക്കണത്? അമ്മയ്ക്ക് ഇപ്പൊ ആവശ്യമില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ടല്ലേ എനിക്ക് തന്നത്. എന്താന്ന്? ഓ ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഏട്ടാ മനഃപൂർവ്വമാണല്ലോ അപ്പൊ എനിക്ക് ഞാൻ ചോദിച്ചിട്ട് 1000 രൂപ തരാഞ്ഞത്. താ ഏട്ടാ, അത്യാവശ്യം ഉണ്ട് ഏട്ടാ. സന്ധ്യ. ഹലോ. എന്തായി? ഇല്ലില്ല, ഞാൻ രജിസ്റ്റർ ചെയ്തില്ല. എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ല. എന്താ ഏട്ടൻ വന്നേ ഉള്ളു. 800 അല്ലേ? അയ്യോ, നീ രജിസ്റ്റർ ചെയ്താ? പോയാ? അയ്യോ, ഞാൻ ചെയ്തില്ലായിരുന്നു. ദൈവമേ. അല്ല, നീ ഒന്നും കൂടെ നോക്കിക്കേ, ഓപ്പൺ ചെയ്ത് നോക്കിക്കേ. അയ്യോ, നീ വിളിച്ച നന്നായി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനും പൈസ ഇട്ടാനെ. ഒന്നും കൂടെ നോക്ക്. ആ പൈസ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടുമോ നോക്ക്. ദൈവമേ, ഇങ്ങനെയൊക്കെ ഇങ്ങനെ എന്താ? ഞാൻ വിളിക്കാം. ആ സൈറ്റ് ഓപ്പൺ ആവുന്നില്ലെന്ന്. അവള് രജിസ്റ്റർ ചെയ്തായിരുന്നു 800 രൂപ കൊടുത്ത്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് ബ്ലോക്ക് ആയി പോയിന്ന്. ഇപ്പൊ എത്ര ശ്രമിച്ചിട്ട് ഓപ്പൺ ആവുന്നില്ലെന്ന്. തട്ടിപ്പാന്ന് തോന്നുന്നു. ഞാൻ ശനി ദശക്കാണ് പറഞ്ഞത് സ്വയം പര്യാപ്തം കാണാനായിട്ട്. നീ ഇങ്ങനെ കൂടി ഇട്ടില്ലല്ലോ, പൈസ പോയില്ലല്ലോ. ഇട്ടിരുന്നെങ്കിലാ ഞാൻ കാലം എടുത്തതും താമസിച്ച് വന്നതൊക്കെ നന്നായി. ഭാഗ്യമായി സാരമില്ല. ഞാൻ അമ്മയ്ക്ക് കൊടുത്തേ. വേണ്ട വേണ്ടേ? എന്തായാലും ഭാഗ്യം ഉണ്ടെന്തായാലും. എന്റെ മാതാവേ, അടുത്ത കുരിശ്. ഇവർക്കാണ് ഞാൻ 1000 രൂപ കൊടുക്കാനുള്ളത്. അമ്മ പൈസ അമ്മേ. നീലി പറഞ്ഞത് വേണ്ടെന്ന്. എടി സത്യത്തിൽ ഞാൻ പറയാലോ, എന്റെ മരുന്ന് തീർന്നു പോയി. തരാ. അതെ, ചേട്ടനും ഞാനും കൂടെ ഇവിടെ ഒരാളോട് വരെ വന്നതാണ്. അപ്പം ചേട്ടൻ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുന്നു. ആ പൈസ തന്നേക്കും 1000 രൂപ.
അല്ലെ പിന്നെ ലില്ലി അതുകൊണ്ട് അങ്ങോട്ട് വരേണ്ടി വരില്ലേ? 1000 രൂപ തരൂട്ടോ. 1000 രൂപ. ഇല്ലാത്തോണ്ട് പറഞ്ഞു. എന്താ 1000 രൂപ എടുക്കാൻ പോലെ നാണക്കേടായിട്ടാ. ഏട്ടാ. ഇല്ല ആ ആ. എന്തോ എന്നാ അവരെ പൈസ കൊടുക്ക്. ഉണ്ടായിരുന്നോ? നീ കൊടുക്ക്. എന്ന് വെച്ചാ. പിന്നെ ഇനിയെങ്കിലും ഡാൻസ് ക്ലാസ്സിൽ പിള്ളേരെ എടുക്കുമ്പോൾ പിള്ളേർക്ക് താല്പര്യമുണ്ടോ എന്ന് അന്വേഷിക്കണം. പിന്നെ രജിസ്ട്രേഷൻ്റെ ഫീസൊന്നും അങ്ങനെ വാങ്ങണമെന്ന് ഒരിടത്തും തിരിച്ചു കൊടുക്കാറില്ല. അത് നിങ്ങളൊന്നും മനസ്സിലാക്കിക്കോ. ആ നിങ്ങളെ പൈസ കിട്ടിയല്ലേ? ശരി കിട്ടും. കുറേ രക്ഷകർത്താക്കളുണ്ട് കുട്ടികളെ തല്ലി പഠിപ്പിച്ച്, കാരണം അവർക്ക് ചെയ്യാൻ പറ്റാത്ത അവരെ മക്കളെ അങ്ങ് ചെയ്യിക്കാൻ വേണ്ടി ഡാൻസ് ക്ലാസ്സിൽ വിട്ടിട്ട് അങ്ങ് തിത്തേ എന്നിട്ട് സ്റ്റേജിൽ പിള്ളേർ കളിക്കുമ്പോൾ അവിടെ വെളിയിൽ നിന്നിട്ട് ഇത് കാണിക്കും. കുറേ എണ്ണം ഉണ്ട്. പൈസ ഉണ്ടായിരുന്നോ വീട്ടുവച്ചോണ്ട്? ആ പൈസ പെട്ടെന്ന് കിട്ടി. എൻ്റെ അല്ല, തങ്കത്തിൻ്റെ. തിരിച്ച് അവക്കങ്ങ് കൊടുത്താൽ മതി. അത് വേണ്ടായിരുന്നു. അയ്യോ നീ വന്നേ. ആ എടീ, ഇതിനാണ് ഞാൻ പറയാറുള്ളത്. എനിക്ക് ഉപദേശിക്കാനാണ് പോണെങ്കിൽ എല്ലാ പ്രാവശ്യവും നീയല്ലേ ഉപദേശിക്കണം, ഞാനൊന്ന് ഉപദേശിക്കാം. എൻ്റെ ലില്ലി മോളെ, എൻ്റെ രാഷ്ട്രീയ പാരമ്പര്യവും എൻ്റെ ആൾക്കാരോട്ടുള്ള ഇടപഴകലും അനുഭവ സമ്പത്തും വെച്ചിട്ട് എനിക്ക് ഇപ്പം നിന്നോട് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ. മത്ത കുത്തിയാൽ കുമ്പളം മുളക്കില്ല കേട്ടോ. ആ ആ അതിന് ഇവിടെ ഇപ്പൊ പറഞ്ഞത് ഇതുമായിട്ട് എന്ത് ബന്ധം? ഇതൊക്കെ പറയാൻ ഞാനിവിടെ ഉണ്ട്. ഉപ്പോളം വരില്ല ഉപ്പിലിട്ടത് കേട്ടാ. ഇനി നിന്നോട് പറയാനുള്ളത്, കണ്ടവന്റെ പറമ്പിലെ പുല്ല് കണ്ട് പശുവിനെ വളർത്തും. അത് എനിക്കും പറയാനുള്ളൂ. ആ വെറുതെ.